കല്ലലം മൂളം കാറ്റേ പുല്ലാണിക്കാട്ടിലെ കാറ്റേ കല്ലലം മൂളം കാറ്റേ പുല്ലാണിക്കാട്ടിലെ കാറ്റേ കന്നിവയൽ കാറ്റേ നീ കൺമണിയെ ഉറക്കാൻ വാ കന്നിവയൽ കാറ്റേ നീ കൺമണിയെ ഉറക്കാൻ വാ നീ ചെല്ലം ചെല്ലം താ തെയ്യം തെയ്യം നീ ചെല്ലം ചെല്ലം തെയ്യം തെയ്യം തുള്ളി തുള്ളി വാ വാ അല്ലീളം പോ ഇല്ലിമുളം തേനോ തെങ്ങില നീരോ തേൻമൊഴിയോ മണ്ണിൽ വിരിഞ്ഞ നിലാവോ അല്ലീളം പോ ഇല്ലിമുളം തേനോ. നമസ്കാരം. ഗാനാമൃതത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം നവീനാണ് എത്തിയിരിക്കുന്നത്. നമസ്കാരം നവീൻ. നമസ്കാരം. എന്തുണ്ട് നവീൻ, സുഖാണല്ലോ അല്ലേ? സുഖമാണ്. പ്രോഗ്രാംസ് ഇപ്പോൾ കുറച്ച് കുറവാണ് ഈ സിറ്റുവേഷൻ ആയതുകൊണ്ട്. അതെ അതെ, അല്ലെങ്കിൽ നമ്മളിവിടെ ഫുൾ ഇങ്ങനെ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് നിന്നതല്ലേ, അതൊക്കെ മാറും. നമ്മൾ പഴയ മാറണം. അതെ അതെ, അതിൻ്റെ ഒരു പ്രാർത്ഥനയിലാണ് എല്ലാവരും അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ എവിടെ നവീൻ വർക്ക് ചെയ്യുന്നത്? ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയിലാണ്. ഞാനവിടെ സീനിയർ അക്കൗണ്ടൻ്റ് ആണ്. ഓക്കെ. ഇപ്പോൾ ഒരു 13 വർഷമായിട്ട് ഒരേ കമ്പനിയിൽ തന്നെയാണ്. അതെ. അപ്പോൾ പാട്ടുമായിട്ടുള്ള ഒരു ബന്ധം എന്താണ്? പാട്ട് എന്താ പറയുക, നമ്മുടെ രക്തത്തിൽ ഉള്ളതാണ്. ഞാൻ പാട്ട് പാടാനാണ് തുടങ്ങുന്നത് ആദ്യം. അത് കോളേജ് സമയത്താണ്. ഞങ്ങൾ ചെറിയൊരു ഗാനമേള ട്രൂപ്പ്, ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടി ഒരു ചെറിയൊരു ഗാനമേള ട്രൂപ്പ് തുടങ്ങിയിട്ട് അങ്ങനെ പാട്ട് പാടിയിരുന്നു. പിന്നെ കൂടുതൽ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് ഇൻസ്ട്രുമെൻസ് ആണ്, ഫ്ലൂട്ടാണ്. അതെ, ഇപ്പോൾ പാട്ടങ്ങനെ പാടുന്നില്ല, പ്രൊഫഷണലായിട്ടൊന്നും പാടുന്നില്ല. അപ്പോൾ കോളേജിലൊക്കെ ഗാനമേളയിലൊക്കെ അങ്ങനെ പാടിയിട്ടുണ്ട്? ഗാനമേളയിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ കോളേജിൽ അങ്ങനെ ഷൈൻ ചെയ്ത് പാടിയൊരു പാട്ട്? അങ്ങനെ ഷൈൻ ചെയ്ത് പാടിയതൊന്നും ഇല്ല. ഞാൻ കോളേജ് ഡേയിൽ ആണ് ഫസ്റ്റ് പാടിയത്. അത് രണ്ട് പാട്ടാണ്. ഒന്നൊരു സോളോ, പിന്നെ ഒരു ഡ്യൂറ്റ്. സോളോ പാടിയത് കഥയിലെ രാജകുമാരനും എന്നുള്ള സോങ്. അപ്പോൾ അതൊരു 4 വരി പാടിയല്ലോ. അത് പാടണം. നമുക്ക് ആ കോളേജിലെ ഓർമ്മകളൊക്കെ വരണ്ടേ? ഓക്കെ. കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ പുഴയിലെ പൊന്നോളങ്ങളിൽ അവരൊഴുക്കി ദീപങ്ങൾ, കരളിലെ മോഹം തളിരണിയാനായി അവരിരുപേരും തപം ചെയ്തു ഈ അമ്പലക്കൽപ്പടവിൽ. കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ. ഓ സൂപ്പർ സൂപ്പർ. ഇപ്പം ഇതാണ് കോളേജിൽ ആദ്യമായിട്ട് പാടിയത്. അപ്പം എങ്ങനെയായിരുന്നു ഫ്രണ്ട്സിനൊക്കെ ഒരു? ഫ്രണ്ട്സ് ഞങ്ങൾ 2-3 പേരുണ്ടായിരുന്നു, സിംഗേഴ്സ് തന്നെ. അപ്പോൾ എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, അനന്ത് എന്ന പേര്. അപ്പോൾ അയാൾ ചർച്ചിൽ കൊയറിലൊക്കെ പാടിയിരുന്നു. അപ്പോൾ കീബോർഡൊക്കെ നല്ലപോലെ കൈകാര്യം ചെയ്യും. അപ്പോൾ ഞങ്ങളെപ്പോഴും കൂടുതലും സംസാരിക്കുന്നത് എന്താ പറയുക, മ്യൂസിക് ആയിരിക്കും. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള ഫ്രണ്ട്സ് ആയാലും മ്യൂസിക്കിനോട് നല്ല താല്പര്യമുള്ള ഫ്രണ്ട്സ് തന്നെയായിരുന്നു. ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്തിരുന്നു ഞങ്ങളെ. ഓക്കെ ഓക്കെ. അപ്പോൾ ഇവിടെ ഫാമിലി ഒക്കെ ഇവിടെ ഉണ്ട്? ഫാമിലി ഉണ്ട്. ആരൊക്കെ ഉണ്ട് വീട്ടിൽ? വൈഫ്, 2 മക്കളാണ്. മൂത്താള് ഇപ്പോൾ 8th ഗ്രേഡിലാണ്. 2 പെൺകുട്ടികളാണ്. മൂത്താളുടെ പേര് നിയത്ത, ചെറിയ ആള് നിലാശ്രീ, ഇപ്പോൾ 2nd ഗ്രേഡിൽ. രണ്ടുപേർക്കും മ്യൂസിക് ഉണ്ട്. രണ്ടാളും പാടും? രണ്ടാളും പാടും. അപ്പോൾ വൈഫോ? വൈഫും പാട്ടൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ അങ്ങനെ സ്റ്റേജിലൊന്നും അങ്ങനെ പാടാറില്ല. പാട്ട് ഇഷ്ടമാണ്, ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യും. മക്കളെയൊക്കെ
ട്രെയിൻ ചെയ്യണതൊക്കെ അതെ കൂടുതലും വൈഫാണ്. അപ്പോൾ ഇങ്ങനെ മക്കളിങ്ങനെ അച്ഛൻ പാടുമ്പോൾ അച്ഛനെ ഇങ്ങനെ പാട്ടിനോട് സജഷൻസ് പറയാറുണ്ടോ? അങ്ങനെ സജഷൻസ് ആയിട്ട് അധികം പറയാറില്ല. ക്രിറ്റിസൈസ് ചെയ്യാറുണ്ടോ? മൂത്ത മോള് ഇപ്പോൾ നല്ലപോലെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. കാരണം ഇപ്പോൾ എന്നെക്കാളൊക്കെ ഒരുപാട് നന്നായിട്ട് മോള് പാടും. അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ പറയാറുണ്ട്. അവര് സ്റ്റേജിലൊക്കെ പാടാറുണ്ടല്ലേ? സ്റ്റേജിൽ പാടാറുണ്ട്. പിന്നെ നവീൻ ഇവിടെ നമ്മുടെ ഇപ്പോൾ ഫേമസ് ആയിട്ട് അറിയപ്പെടുന്ന ഒരു ഭജൻ ഗ്രൂപ്പ് ഉണ്ടല്ലോ, നന്ദഗോവിന്ദൻ, അതിൽ ഒരു മെമ്പറാണല്ലേ? അതെ. ആദ്യം എങ്ങനെയാ അതിൽ? ഞാൻ നന്ദഗോവിന്ദം ശരിക്കും നാട്ടിലാണ് അവരുടെ മെയിൻ ടീം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നവീൻ ഇവിടെ ജോലിക്ക് വേണ്ടി വന്നതിന് ശേഷം പിന്നെ നവീൻ്റെ ഫ്രണ്ട് പ്രവീൺ, അങ്ങനെ കണ്ണൻ, അങ്ങനെ 2-3 പേരും കൂടി നാട്ടിൽ നിന്ന് ഇവിടെ വന്നു. അതിനുശേഷം അവർ ഇവിടെ നന്ദഗോവിന്ദത്തിൻ്റെ ഒരു ടീമായിട്ട് തന്നെ പ്രോഗ്രാം ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിന് ശേഷമാണ് അവർ തുടങ്ങിയതിന് ശേഷം 2016 ഞാൻ ആദ്യമായിട്ട് അവരുടെ കൂടെ പ്രോഗ്രാമിന് പോണേ. അപ്പോൾ പിന്നെ എനിക്ക് ഒഴിവുള്ള പോലെയൊക്കെ ഞാൻ അവരുടെ കൂടെ പോകാറുണ്ട്. ഇപ്പോഴും ഇവിടെ ദുബായിൽ പ്രോഗ്രാമിനെല്ലാം ഞാൻ പോകാറുണ്ട്. ഇപ്പോൾ അവരുടെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുമല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് എന്താ നവീന് പറയാനുള്ളത്? അതിനെക്കുറിച്ച് ഞാൻ എന്താ പറയുക, എനിക്കതിൽ അങ്ങനെ ഒരു പ്രശ്നം തോന്നിയിട്ടില്ല. അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ്. ഓരോരുത്തർക്കും ഓരോ അഭിപ്രായമായിരിക്കും. ഞാൻ അതിനെ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല. അപ്പോൾ നന്ദഗോവിന്ദൻ ടീമിൽ ആരും അതിനെ അത്ര ഒരു പ്രശ്നമായിട്ടുള്ള രീതിയിൽ കണ്ടിട്ടില്ല. അവരുടെ ഒരു ലക്ഷ്യം ഉണ്ട്, ആ ഒരു ലക്ഷ്യമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. അതെ, ചില കാര്യങ്ങൾ പ്രതികരിക്കുമ്പോഴാണ് അതിന് കൂടുതൽ പ്രശ്നം. അപ്പോൾ അതങ്ങനെ വേറൊരു വിഷയം വരുമ്പോൾ ഇത് എന്തെങ്കിലും ഒരു വിഷയം. പിന്നെ മീഡിയ വേറൊരു ഇതാണ്, സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ന്യൂസ് കിട്ടിയാൽ പിന്നെ അതിന്റെ പുറകിൽ നിൽക്കുമല്ലോ അവര്. അപ്പോൾ ഇനി എന്തായാലും അപ്പോൾ ഏത് ടൈപ്പ് പാട്ടുകളാണ് നവീന് കൂടുതൽ? എനിക്ക് മെലഡിയാണ് ഇഷ്ടം. മെലഡിയാണ് കൂടുതൽ പാടാറ്. പിന്നെ പറഞ്ഞല്ലോ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇപ്പോൾ പാട്ട് വിട്ട് ഇൻസ്ട്രുമെന്റ്സിലേക്ക്. അപ്പോൾ ഏതാണ് കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്? ഞാൻ ഫ്ലൂട്ടാണ് ഇപ്പോൾ കൂടുതലായിട്ട് പ്രോഗ്രാം ചെയ്യുന്നത്. ഫ്ലൂട്ട്. അപ്പോൾ നമുക്ക് ഒരു ഫ്ലൂട്ടിലൊരു സോങ്. ഫ്ലൂട്ട് വേണോ? സൂപ്പർ. ഫ്ലൂട്ട് കുഞ്ഞുനാൾ മുതൽ പഠിച്ചതാണോ അതോ? ഇല്ല, ഫ്ലൂട്ട് ഞാൻ ശരിക്ക് പഠിച്ചിട്ടില്ല, സെൽഫ് ടോട്ടാണ്. പിന്നെ എന്താ പറയുക, പ്രോഗ്രാംസിനൊക്കെ ഞാൻ തുടങ്ങുന്നത് ഭജൻസ് ഒക്കെയാണ്. അതായത് കൂടുതലും ഞാൻ ദുബായിലുള്ള സ്റ്റേജ് വഴി അവിടെ സ്ഥിരമായിട്ട് ഞാൻ സെഷൻസിന് പോകാറുണ്ട്. അവിടെ പ്രാക്ടീസ് സെഷൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം പാട്ടാണ് പാടിയിരുന്നത്, ഇടയ്ക്ക് തബലയും വായിക്കാറുണ്ട്. ഫ്ലൂട്ട് ഞാൻ അത്യാവശ്യം വായിക്കുമായിരുന്നു, പാട്ടൊക്കെ ചെറുതായിട്ട് വായിക്കുമായിരുന്നു. പക്ഷേ ഒരു ക്ലാസിക്കലായിട്ടോ അങ്ങനെയുള്ളൊരു ബേസൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ പോകാൻ തുടങ്ങിയതിന് ശേഷം കുറച്ച് രാഗങ്ങളെ പറ്റിയിട്ടൊക്കെ പഠിക്കാനും അതിനുവേണ്ടി കുറച്ച് എഫേർട്ടൊക്കെ എടുത്തിട്ട് അങ്ങനെ കുറച്ച് പ്രാക്ടീസ് ചെയ്തിട്ടാണ് കുറച്ചൊരു നോളജ് അതിൽ കിട്ടിയത്. അപ്പോൾ ഇപ്പോൾ പ്രോഗ്രാംസിനൊക്കെ വായിക്കാൻ ചെയ്യാറുണ്ട്. കൂടുതലും സോളോ പ്രോഗ്രാംസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലൂട്ട് ഇതിപ്പോൾ വായിച്ചു നമുക്ക് ഇതിൽ നിർത്തണ്ട, ഇനിയും വേണം കേട്ടോ. പിന്നെ മക്കള് ഇൻസ്ട്രുമെന്റ്സ് അങ്ങനെ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? അപ്പോൾ വലിയ ആള് വയലിൻ പഠിക്കുന്നുണ്ട്, പിന്നെ തബലയും കുറച്ച്
അത് ഞാൻ തന്നെ പഠിപ്പിക്കുന്നത്, കാരണം ക്ലാസ്സുകാരായിട്ട് നടക്കുന്നില്ല. ശരി. അപ്പോൾ നവീൻ തബല വായിക്കും? തബല വായിക്കും. തബല വായിക്കും. പ്രോഗ്രാംസിനൊക്കെ വായിക്കാം? പ്രോഗ്രാംസിന് അങ്ങനെ വായിക്കാറില്ല. തബല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മലയാളം പാട്ടുകൾ മാത്രമാണോ അതോ മറ്റ് ലാംഗ്വേജസും? ഞാൻ ഹിന്ദി, തമിഴ് എല്ലാം. നമുക്കൊരു തമിഴ് പാട്ടിലേക്ക് പോയല്ലോ. അമ്മ என்றழைக்காது உயிரில்லையே, அம்மாவை வணங்காது உயர்வில்லையே. அம்மா என்றழைக்காது உயிரில்லையே, அம்மாவை வணங்காது உயர்வில்லையே. நேரில் நின்று பேசும் தெய்வம் பெற்ற தாயல்லை வேறொன்று ஏது. அம்மா என்றழைக்காது உயிரில்லையே, അമ്മാവൈ വണങ്ങാതെ ഉയർവില്ലയേ. അമ്മ ഓർമ്മ വന്നോ പാടിയപ്പോ? ഓർമ്മ വരുമല്ലോ അല്ലേ? ഈ പാട്ട് കാണുന്നില്ലല്ലോ. അതെ അതെ. അല്ല എന്നാലും പെട്ടെന്ന് നമ്മൾ പാടുമ്പോൾ എനിക്ക് പെട്ടെന്ന് നവീൻ പാടിയപ്പോൾ എനിക്ക് പെട്ടെന്ന് അമ്മയെ ഓർമ്മ വന്നു. അപ്പോൾ എന്തായാലും അപ്പോൾ ഇൻസ്ട്രുമെന്റ്സ് അല്ലാതെ പാട്ട് ഇപ്പം ഇങ്ങനെ വീട്ടിലേ പാടാറുള്ളൂ? വീട്ടില് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും പ്രൈവറ്റ് ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ പാടാറുണ്ട്. അല്ലാതെ ഫ്രണ്ട്സ് ഒക്കെ കൂടുമ്പോഴും അങ്ങനെ, അല്ലാതെ ഒരു സ്റ്റേജിൽ അങ്ങനെ പാടാറില്ല. ഇപ്പോൾ നാട്ടില് എവിടെയാ? ഞാൻ തൃശ്ശൂർ ഇരിങ്ങാലക്കുടയാണ്. ഇരിങ്ങാലക്കുടയാണ്. ഓക്കെ. അപ്പം നാട്ടിൽ ആരൊക്കെയുണ്ട്? അവിടെ വീട്ടിലിപ്പോൾ അച്ഛനും അമ്മയാണ് ഉള്ളത്. പിന്നെ എനിക്ക് 3 സിസ്റ്റേഴ്സാണ്, എൻ്റെ ചേച്ചിമാരാണ്. അവരെല്ലാം മാരേജ് കഴിഞ്ഞ്. മൂത്ത ചേച്ചി ചെറുതിലെ പാട്ട് പഠിച്ചിരുന്നു, അത്യാവശ്യം പാടാറുണ്ട്. പക്ഷേ പ്രൊഫഷണലായിട്ടൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യം പാടാറുണ്ട്. വേറെ ആരും അങ്ങനെ, പിന്നെ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല മ്യൂസിക്കിൻ്റെ. എൻ്റെ ഒരു താല്പര്യം കൊണ്ടാണ് ഞാൻ. ഓക്കെ ഓക്കെ. അപ്പം നമുക്കിനി അടുത്തൊരു ഫ്ലൂട്ടിലൊരു പാട്ട് കൂടെ ആയല്ലോ. എന്തായാലും ഫ്ലൂട്ടുമായിട്ട് എത്തിക്കുമ്പോൾ നവീനെ കൊണ്ട് 2-3 പാട്ട് പാടിക്കണ്ടേ? തീർച്ചയായിട്ടും. അപ്പോൾ ഒരു ഹിന്ദി മതി. ഓക്കെ. ഈ സോങ് ഞാൻ ഫ്ലൂട്ടിൽ സ്ഥിരം കേൾക്കുന്നതാണ്. കാരണം മോൻ എപ്പോഴും ഈ സോങ് വായിക്കാറുണ്ട്. മോനും ഇതുപോലെയാണ് നവീൻ. സ്വന്തമായി പഠിച്ചതാ. ഒരു ഫ്ലൂട്ട് കീബോർഡൊക്കെ പഠിച്ചിട്ടുണ്ട്, പക്ഷെ ഫ്ലൂട്ട് എനിക്ക് തോന്നുന്നു നവീനൊക്കെ കണ്ട ഒരു ഇൻസ്പിറേഷൻ വന്നതാണ് അവനും. ഇങ്ങനെ നവീൻ്റെ കണ്ടിട്ടുണ്ട്, അവൻ സ്റ്റേജ് വേയിൽ പ്രോഗ്രാമിനൊക്കെ വരുമ്പോഴത്തേക്ക് കണ്ടിട്ട് അങ്ങനെ ഫ്ലൂട്ട് അവനും ഒന്ന് ട്രൈ ചെയ്യണം തോന്നി. ഈ പാട്ട് ഇതുപോലെ എപ്പോഴും എനിക്ക് പെട്ടെന്ന് ആ ഒരു ഇതുമായിട്ട് കണക്റ്റായി. ഇങ്ങനെ പ്രോഗ്രാംസും ഒക്കെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഓഡിയൻസിൻ്റെ സൈഡിൽ നിന്ന് നമുക്കൊരു സപ്പോർട്ട് കിട്ടാറുണ്ടല്ലോ. അപ്പോൾ അതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഒരു സപ്പോർട്ട് കിട്ടിയ പ്രോഗ്രാം അങ്ങനെ എന്തെങ്കിലും മനസ്സിലുണ്ടോ? അങ്ങനെ പ്രത്യേകം ചോദിച്ചാൽ ഇപ്പോൾ ഞാൻ കൂടുതൽ പ്രോഗ്രാംസ് ചെയ്യുന്നത് എന്തെങ്കിലും ഫങ്ഷൻ റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഒരു വിധം പ്രോഗ്രാംസ് എല്ലാം വരുന്നത് ബോളിവുഡ് ആ ഒരു സ്റ്റൈലിലുള്ള പ്രോഗ്രാംസ് ആയിരിക്കും. ചിലപ്പോൾ ഇൻസ്ട്രുമെൻ്റൽ, അതായത് ഒരു ഹിന്ദുസ്ഥാനി സ്റ്റൈല്, തബല, ഫ്ലൂട്ട്, സിത്താർ, അങ്ങനെയുള്ള പ്രോഗ്രാം ആയിരിക്കും. അപ്പോൾ അങ്ങനെ
എന്താ പറയുക, ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു റെസ്പോൺസാണ് എപ്പോഴും ഉണ്ടാവാറ്. ഏതായിരിക്കും നമുക്ക് കൂടുതൽ ഇപ്പോൾ സോങ്സിന് വായിക്കുമ്പോഴാണോ അതോ ഇൻസ്ട്രുമെന്റ്സ് മാത്രം വായിക്കുമ്പോഴാണോ കൂടുതലൊരു സോളോ വായിക്കുമ്പോഴാണ് കൂടുതൽ അതെ അതെ നമുക്ക് എൻജോയ് ചെയ്ത് അതെ അതെ വായിക്കാൻ നമ്മളും പറ്റുന്നത്? കൂടുതൽ എൻജോയ് ചെയ്യുന്നത്. അതെ, മറ്റേത് ബാക്കിയുള്ള ഇൻസ്ട്രുമെന്റ്സിനോടൊപ്പം നിൽക്കുമ്പോൾ അതൊരു സപ്പോർട്ടിങ് ആയിട്ടാണല്ലോ നമ്മൾ അതെ ചെയ്യുന്നത്. അതെ അതെ. ഇതാകുമ്പോൾ നമ്മളാണ് ലീഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ലീഡ് ചെയ്തിട്ട് നല്ലൊരു ഇത് തോന്നിയ ഒരു സോങ്? അത് ഞാൻ ഫസ്റ്റ് ഒരു പ്രോഗ്രാം ചെയ്തത്, അതിലാണ് എനിക്ക് ഏറ്റവും ഒരു എന്താ പറയുക, നമുക്കൊരു റെക്കഗ്നേഷൻ എന്നുള്ള രീതിയിൽ തോന്നിയത്. ഇവിടെ ഒരു പ്രവാസി അസോസിയേഷൻ്റെ പ്രോഗ്രാമായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഫ്ലൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ ആരും എക്സ്പെക്ട് ചെയ്യുന്നില്ല അങ്ങനെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് അതേത് പാട്ടായിരുന്നു? അന്ന് ഞാൻ വായിച്ചത് കാതൽ റോജാവ് എന്നുള്ള സോങ് ആയിരുന്നു. അപ്പോൾ അതൊന്ന് വായിക്കാമോ? വായിക്കാം. കുറച്ചുകൂടെ ആകായിരുന്നു, പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ നാട്ടിൽ കോളേജിൽ ഗാനമേളയ്ക്ക് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പോ അങ്ങനെ ഒന്നും ഫോം ചെയ്യാൻ നോക്കിയില്ലായിരുന്നു? ഇവിടെ അങ്ങനെ പാട്ടിന് അങ്ങനെ കൂടുതലായിട്ട് നോക്കിയിട്ടില്ല ശരിക്ക്. ഞാൻ പിന്നീട് അങ്ങോട്ട് ഫ്ലൂട്ടിലേക്ക് അങ്ങ് മാറിയതിനു ശേഷം പിന്നെ പാട്ടങ്ങ് പുറകിലോട്ട് പോയി. അപ്പൊ ഈ ഫ്ലൂട്ടും പിന്നെ ഇമ്പോർട്ടൻ്റ് അല്ലേ? അതെ അതെ, അതിന്റെ പുറകിൽ പോയപ്പോ പാട്ട്. പക്ഷെ നമുക്ക് അതിന് ഒരു പാട്ട്, എന്തായാലും ഒരു പാട്ട് കൂടെ പാടാം. ഓക്കെ. നീ ഉലാവുമ്പോൾ സ്വർഗം മണ്ണിലുണരുമ്പോൾ, നീ ഉലാവുമ്പോൾ സ്വർഗം മണ്ണിലുണരുമ്പോൾ, മാഞ്ഞു പോയൊരു പൂത്താരം പോലും കൈ നിറഞ്ഞു വാസന്തം പോലെ തെളിയും എൻ ജന്മപുണ്യം പോ ഏതോ വാർമുകിലി കിനാവിലെ മുത്തായി നീ വന്നു, ഏതോ വാർമുകിലി കിനാവിലെ മുത്തായി നീ വന്നു. ഓമലേ ജീവനിൽ അമൃതേകാനായി വീണ്ടും എന്നിലെ തോർമകളായി നിലാവിൽ മുത്തേ നീ വന്നു. നന്നായിരുന്നു കേട്ടോ, നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ നവീൻ, വളരെ സന്തോഷം. ഈ തിരക്കിനിടയിൽ ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചപ്പോൾ തന്നെ വന്നു, ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. തിരിച്ചും എന്നെ ഈ പ്രോഗ്രാമിലേക്ക് വിളിച്ചതിന് ഒരുപാട് നന്ദി. ഓക്കെ നന്ദി, നമസ്കാരം.